സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, എത്ര ദിവസമായി വെനസ്വേലയിൽ കടന്നു കയറി ട്രംപിൻ്റെ പട്ടാളം പ്രസിഡന്റിനെയും ഭാര്യയെയും കൈവിലങ്ങണിയിച്ച് കൊണ്ടുപോയി ന്യൂയോർക്കിൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ നമ്മുടെ മഹത്തായ, ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ, പ്രധാനമന്ത്രി, വിശ്വഗുരു ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതിനുള്ള ആംബിയറില്ല. അതാണ്, വേറൊന്നുമല്ല. എത്രയോ നെഞ്ചളവ്, പിന്നെ വീതിയാണ്, നീളമാണെന്നൊക്കെ പറയുന്നുണ്ട് സംഘപരിവാറുകാർ. ഇവനെല്ലാം ഈ സംഘപരിവാറുകാരും RSSകാരും പേടിച്ചു തൂറികളാണ്. ഇവനെന്നും പണ്ടും ഇംഗ്ലീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായപ്പോൾ ഇനി ഞങ്ങൾ യാതൊരു കാരണവശാലും ഇംഗ്ലണ്ടിനെതിരെ ശബ്ദിക്കൂല, ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കൂല, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ പ്രവർത്തനം നടത്തിക്കോളാം, ഞങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ആ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തവനുടെയൊക്കെ ചരിത്രമാണ് RSSനും ഈ സംഘപരിവാർ ശക്തികൾക്കുള്ളത്. അതേ പാത പിന്തുടരുകയാണ് മോഡിയും. മോഡി ആരെയാണ് ഭരിക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഉരുക്കു വനിതയുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. അന്നൊന്നും നമ്മൾ സാമ്പത്തികമായിട്ടോ സൈനിക ശക്തിയിലോ ഒന്നും മെച്ചമല്ലായിരുന്നു. എന്നിട്ട് പോലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കൻ 7ാം കപ്പൽപ്പട വരുന്നെന്ന് പറയുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞപ്പോ കപ്പൽപ്പട വന്നാൽ തിരിച്ചു പോകണോ എന്ന്, കപ്പൽപ്പടയ്ക്ക് തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള ഉരുക്ക് വനിത ഭരിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇന്ന് RSS സംഘപരിവാർ ശക്തികളുടെ വിശ്വഗുരുവായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായ മോഡി ഭരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മിണ്ടാട്ടമില്ല. ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഒരു സോഷ്യലിസ്റ്റ് ആവട്ടെ, ഒരു രാജ്യത്തിലേക്ക്, പരമാധികാര ഉള്ള ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും വിലങ്ങ് വെച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. കാരണം അമേരിക്കയും വെനസ്വേലയുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ലാത്ത പ്രശ്നം അവരുണ്ടാക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തവരുമായിട്ട് വെനസ്വേല കൂടിയാൽ അങ്ങനെയുള്ള ഭരണാധികാരികളെ ഞങ്ങൾ നിലനിർത്തുകയില്ല. അത് തന്നെയാണ് ഇപ്പൊ മോഡിയുടെ കാര്യത്തിലും. മോഡി സോവിയറ്റ് യൂണിയനുമായിട്ടും ചൈനയുമായിട്ടും അടുക്കുന്നു എന്ന് വന്നപ്പോൾ അതിന് പ്രതികാരമായാണ് ഓരോ തീരുവ, ടാക്സിന്